Hi, welcome back. Today I would like to discuss about factor model analysis, which is coming under third module of Kerala PSC Assistant Professor in Commerce Examination under this subject Portfolio of Management and Derivatives. ഇവിടെ ഫാക്ടർ മോഡൽ അനാലിസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഫാക്ടർ മോഡൽ അനാലിസിസ് രണ്ട് തരമുണ്ട്: സിംഗിൾ ഫാക്ടർ മോഡൽ അനാലിസിസ് ആൻഡ് മൾട്ടി ഫാക്ടർ മോഡൽ അനാലിസിസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സിംഗിൾ ഫാക്ടർ മോഡൽ അനാലിസിസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മൾട്ടി ഫാക്ടർ മോഡൽ അനാലിസിസ് കമ്മിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ഫാക്ടർ മോഡൽ അനാലിസിസ്? So factor models are the financial models that incorporate factors like macroeconomic factors, fundamental factors, technical factors and other statistical factors to determine the market equilibrium and calculate the required rate of return. അതായത് ഫാക്ടർ മോഡൽ അനാലിസിസിൽ നമ്മൾ ഈ IC അനാലിസിസിൽ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് ഓർ വേരിയബിൾസ് അതൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് മാർക്കറ്റിൻ്റെ ആ തുലനാവസ്ഥ വിത്ത് റിഗാർഡ് ടു ഇറ്റ്സ് റേറ്റ് ഓഫ് റിട്ടേൺ, മാർക്കറ്റിൻ്റെ ഇക്വിലിബ്രിയവും ദെൻ ആ മാർക്കറ്റിലുണ്ടാകുന്ന ട്രാൻസാക്ട് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണും തമ്മിലൊരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫാക്ടർ മോഡൽ ഇൻ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് മാർക്കറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബാലൻസ് ഈച്ച് അതർ. ആസ് എ റിസൾട്ട് പ്രൈസ് ബിക്കെയിം സ്റ്റേബിൾ. അങ്ങനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നൊരു കണ്ടീഷനിൽ എത്തുന്നത്. അതായത് മാർക്കറ്റിൻ്റെ ഒരു ബാലൻസും ദെൻ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് ഫാക്ടർ മോഡൽ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാക്ടർ മോഡൽ അനാലിസിസ് നമ്മൾ പരിഗണിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇക്കോണമിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ഇൻഫ്ലേഷൻ റേറ്റ്, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലെ തന്നെ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ബൂം, റിസഷൻ, ഡിപ്രഷൻ പോലെയുള്ള ഇക്കണോമിക് ഫാക്ടേഴ്സ്, ആസ് വെൽ ആസ് ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ്, ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു സ്റ്റഡി നടത്തുന്നത്. അതിന് ഇൻ ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫാക്ടർ മോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. സോ സച്ച് മോഡൽസ് അസോസിയേറ്റ് ദ റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ടു എ സിംഗിൾ ഓർ എ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ്. ഒരു സിംഗിൾ ഫാക്ടർ വെച്ചിട്ട് എത്രയായിരിക്കും ഒരു സെക്യൂരിറ്റീസിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വെച്ച് അനലൈസ് ചെയ്യുമ്പം ഒരു സെക്യൂരിറ്റീൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയായിരിക്കും എന്നിങ്ങനെയുള്ള ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഫാക്ടർ മോഡൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഫാക്ടർ മോഡൽ അനാലിസിസിനെ മെയിനായിട്ട് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞത്. ഒന്ന് സിംഗിൾ ഫാക്ടർ മോഡൽ അനാലിസിസും രണ്ടാമത്തത് മൾട്ടി ഫാക്ടർ മോഡൽ അനാലിസിസും എന്ന് പറഞ്ഞത്. So in short, factor models use factors to define securities risk and return. ഒരു സെക്യൂരിറ്റീസിൻ്റെ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫാക്ടർ മോഡൽസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ദേ ആർ ദ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഓഫ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് അഫക്റ്റ് ദ സെക്യൂരിറ്റീസ് ഇൻ എ പോർട്ട്ഫോളിയോ. They are the mathematical calculations of the extent to which economic factors affect the securities in a portfolio. So this factor model attempts to account for a contingencies like changes in interest rate, inflation rate. Also, as I said earlier, this factor model analysis also takes into account the factors affecting the economy like interest rate, inflation rate, etc. So by using this economical factors, industrial factors and company factors, how it is linked with or related with the rate of return of a security. So in order to understand the relationship between securities risk and return, we need to use factor model. So what are the types of factor models? Mainly there are two types: single factor model or one factor model analysis, and second one multi factor model analysis. സോ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് സിംഗിൾ ഫാക്ടർ ഓർ വൺ ഫാക്ടർ മോഡൽ അനാലിസിസ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സോ സിംഗിൾ ഫാക്ടർ വൺ ഫാക്ടർ മോഡൽ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഓഫ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വൺ മാക്രോ ഇക്കണോമിക് ഫാക്ടർ അഫക്റ്റ് ദ സെക്യൂരിറ്റീസ് ഇൻ എ പോർട്ട്ഫോളിയോ. അതായത് ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോർട്ട്ഫോളിയോനെ ഒരു ഇക്കണോമിക് ഫാക്ടർ വെച്ചിട്ടുള്ള ഇഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്
ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സിംഗിൾ ഫാക്ടർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദിസ് സിംഗിൾ ഫാക്ടർ മോഡൽ കൺസിഡേഴ്സ് ഹൗ ദി മാർക്കറ്റ് റിട്ടേൺ അഫക്ട്സ് ദ റിട്ടേൺ ഓൺ എ പോർട്ട്ഫോളിയോ. ഹൗ ദി മാർക്കറ്റ് റിട്ടേൺ അഫക്റ്റ് ദ this single factor model considers how the market return affects the return of the portfolio. പോർട്ട്ഫോളിയോയിലെ റിട്ടേണും മാർക്കറ്റ് റിട്ടേണും തമ്മിൽ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ ഈ സിംഗിൾ ഫാക്ടർ മോഡൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ഹിയർ ദ സിംഗിൾ ഫാക്ടർ ഈസ് യൂഷ്വലി ദ മാർക്കറ്റ് റിട്ടേൺ. അപ്പോൾ ഈ സിംഗിൾ ഫാക്ടർ മോഡൽ അനാലിസിസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സിംഗിൾ ഫാക്ടർ അല്ലെങ്കിൽ വൺ ഫാക്ടർ എന്ന് പറയുന്നത് അത് മാർക്കറ്റ് റിട്ടേൺ ആയിരിക്കും. So one of the important single factor model is that CAPM or CAPM. CAPM, its expanded form is Capital Asset Pricing Model. What do you mean by CAPM? It is a single factor model. Its expanded form is Capital Asset Pricing Model. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ CAPM-നെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മൊത്തത്തിൽ എന്താണ് ഫാക്ടർ മോഡൽസ് എന്നും എത്ര തരത്തിലുള്ള ഫാക്ടർ മോഡൽസ് എന്നുമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ കമ്മിങ് ഇൻ ടു ദ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ CAPM, Capital Asset Pricing Model. Capital Asset Pricing Model or CAPM is developed in 1916 by William Sharpe, John Linder and Jane Moysen. They are the persons behind the introduction of CAPM model which is developed in 1916. It is one of the most popular single factor model, that is CAPM. It is a most popular single factor model and it helps the investor to understand the linear relationship between systematic risk and security return of an asset or expected return of an asset. That is CAPM model investors എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ in order to establish a linear relationship between systematic risk and expected return. Systematic risk in the sense that here the term used for systematic risk is beta. ബീറ്റ എന്ന് പറയുന്ന ടേമാണ് സിസ്റ്റമാറ്റിക് റിസ്കിനെ ഇവിടെ CAPM മോഡൽ യൂസ് ചെയ്യുന്നത്. ഈ സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായും CAPM മോഡൽ യൂസ് ചെയ്യുന്നത്. സോ CAPM model or CAPM which helps the investor to understand the really linear relationship between systematic risk and expected return of an asset or security return of an asset. അപ്പോൾ ഇവിടുത്തെ അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് സ്റ്റോക്കാണ്. സീറോ ആയിരിക്കും. ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ സിസ്റ്റമാറ്റിക് റിസ്ക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ബീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബീറ്റ സീറോ ഉള്ള സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള റിസ്ക്കും ഉണ്ടാവില്ല, നമുക്ക് റിട്ടേൺ കിട്ടും. വേറാസ് ഇവിടെ CAPM-ത്തിലൂടെ ഇൻവെസ്റ്റർക്ക് എന്തും കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ ആൻഡ് അബവ് ദ റിസ്ക് ഫ്രീ. അപ്പോൾ റിസ്ക് ഫ്രീനേക്കാളും കൂടുതൽ നമുക്ക് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന് കൂടുതലായിട്ട് എത്ര ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ CAPM മോഡൽ ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പം നമ്മൾ എത്രത്തോളം റിസ്ക് കൂടുതൽ ഏറ്റെടുക്കാൻ തയ്യാറാണോ അത്രത്തോളം നമുക്ക് റിട്ടേൺ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസ്ക് ഫ്രീ റിട്ടേണിന് പൊതുവെ എന്തില്ല, റിസ്ക് ഇല്ല. റിസ്ക് ഫ്രീ റിട്ടേണിന് പൊതുവെ എന്തില്ല, അതായത് ഇപ്പോൾ പറഞ്ഞ ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ അത് റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്, അവിടെ നമുക്ക് റിസ്ക് ഇല്ല. പിന്നെ അതിനേക്കാളും കൂടുതൽ നമ്മൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് എന്തും കൊണ്ട് കിട്ടും, റിട്ടേണും കൂടി കിട്ടും. അപ്പോൾ അത്രത്തോളം റിട്ടേൺ കിട്ടും. അഡീഷണൽ റിസ്ക് നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പിന്നെ വില്ലിങ് ആണെങ്കിൽ നമുക്ക് എത്രത്തോളം അഡീഷണൽ റിട്ടേൺ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ CAPM മോഡൽ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈം കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഈ CAPM മോഡൽ ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു ഹൈ റിസ്ക് സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹൈ റിസ്ക് സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ കമ്പനീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ CAPM മോഡൽ യൂസ് ചെയ്യാം. അപ്പോൾ കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂ ഓഫ് മോഡലിലും ആസ് വെൽ ആസ് ഇൻവെസ്റ്റേഴ്സ് വ്യൂ പോയിന്റിലും ഈ CAPM മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ എളുപ്പത്തിൽ പറ്റും. അതാണ് CAPM മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ the beta of a potential investment is a measure of how risk the investment will add to a portfolio that looks like the market. അതായത് ബീറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് ആ സെക്യൂരിറ്റീസിന് ഉണ്ട് എന്നുള്ളത് മോണിറ്ററിലി മെഷർ ചെയ്യാൻ വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം
ഇഫ് എ സ്റ്റോക്ക് ഈസ് റിസ്കിയർ ദാൻ ദ മാർക്കറ്റ്, അതായത് നമ്മളിപ്പോൾ എടുത്ത സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്കിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടുത്തെ ബീറ്റ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹാവ് ദ ബീറ്റ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എപ്പോഴാണ് ബീറ്റ 1-ൽ കൂടുതലാവുക? അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്കിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ബീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആകുന്നത് സെക്യൂരിറ്റീസ് ഹാവ് ഗ്രേറ്റർ റിസ്ക് ദാൻ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ എടുത്ത സെക്യൂരിറ്റീസ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് മാർക്കറ്റിലെ റിസ്കിനേക്കാളും കൂടുതലാവുമ്പോൾ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആവും. പിന്നെ സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് മാർക്കറ്റിലെ റിസ്കിനേക്കാളും കുറവാകുമ്പോൾ ബീറ്റ അവിടെ ലെസ് ദാൻ 1 ആവും. അപ്പോൾ ബീറ്റ എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 1 ആവുക? ബീറ്റ എപ്പോഴാണ് ലെസ് ദാൻ 1? അപ്പോൾ റിസ്ക് കൂടുന്നതിനനുസരിച്ച്, ഐ മീൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് മാർക്കറ്റിലെ റിസ്കിനേക്കാളും കൂടുതലാവുമ്പം ബീറ്റ ഗ്രേറ്റർ ദാൻ 1ഉം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് മാർക്കറ്റിലെ റിസ്കിനേക്കാൾ കുറയുമ്പോൾ ബീറ്റ ലെസ് ദാൻ 1 ആവും. അപ്പോൾ ഈ കാപ്പ മോഡൽ ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലും ആസ് വെൽ ആസ് കമ്പനി പോയിന്റ് ഓഫ് വ്യൂലും ഡെസിഷൻ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇതാണ് കാപ്പ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് കാപ്പ മോഡൽ യൂസ്ഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ് ടു അസസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡീഷണൽ ഇൻകം ദ ഇൻവെസ്റ്റർ ഗെറ്റ് ബൈ ടേക്കിംഗ് അഡീഷണൽ റിസ്ക് ഓവർ ആൻഡ് അബവ് റിസ്ക് ഫ്രീ റിട്ടേൺ. അതായത് റിസ്ക് ഫ്രീ റിട്ടേണിനേക്കാളും കൂടുതൽ അഡീഷണൽ റിസ്ക് എത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നോ, നമ്മൾ എടുക്കാൻ ബാധ്യസ്ഥമാണോ, അത്രത്തോളം റിട്ടേൺ എൻജോയ് ചെയ്യാൻ പറ്റും. അത് എത്ര കിട്ടും എന്നുള്ളത് ന്യൂമറിക്കലി മെഷർ ചെയ്യാനും ഈ കാപ്പ മോഡൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ കാപ്പ മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് ദ സെക്യൂരിറ്റീസ്. ഇപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണും സിസ്റ്റമാറ്റിക് റിസ്ക്കും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് സിംഗിൾ ഫാക്ടർ മോഡലായ കാപ്പ മോഡൽ. സോ ദർ ഇസ് എൻ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ rate of return, that is R bar is equal to RF plus beta into RM minus RF. Once again, R bar is equal to RF plus beta into RM minus RF. Here R bar is equal to cost of equity or the rate of return expected by the investors. നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ആർ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ് ഈക്വൽ ടു RF പ്ലസ്, RF മീൻസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് RF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് വരെ നമുക്ക് റിസ്ക് ഇല്ലാണ്ട് റിട്ടേൺ കിട്ടും, അതാണ് റിസ്ക് ഫ്രീ റേറ്റ്. അത് പ്ലസ് ബീറ്റ. ബീറ്റ means it is a measure used to know the systematic risk. Systematic risk മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ബീറ്റ. അപ്പോൾ RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. RM എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, മാർക്കറ്റിലുള്ള റേറ്റ് ഓഫ് റിട്ടേൺ ആണ് RM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ RF ഈസ് ഓൾറെഡി ഡിസ്കസ്ഡ്, ഇറ്റ് ഈസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഈ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേണും അതുപോലെ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേണും തമ്മിലുള്ള ഒരു ബന്ധം കൂടി സ്ഥാപിക്കാൻ ഏതിലൂടെ പറ്റും? കാപ്പ മോഡലിലൂടെ പറ്റും. അതായത് കാപ്പ മോഡൽ ഈസ് ഓൾസോ യൂസ് ടു മേക്ക് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ വിത്ത് ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലും റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് റിസ്ക് പ്രീമിയം ആയിരിക്കും. അതായത് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന റിസ്കിനേക്കാളും കൂടുതൽ റിസ്ക് ഏറ്റെടുക്കാൻ ഒരു ഇൻവെസ്റ്റർ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരിടത്ത് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള റിസ്കിൻ്റെ റേറ്റിനേക്കാളും കൂടുതൽ റിസ്ക് ഉള്ള സെക്യൂരിറ്റീസിൽ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഒബ്വിയസ്ലി എന്ത് കിട്ടണം? റിസ്ക് പ്രീമിയം കിട്ടണം. അതായത് എത്രത്തോളമാണോ എക്സ്ട്രാ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളത് അത്രത്തോളം റിസ്ക് പ്രീമിയം അയാൾക്ക് കിട്ടണം. അപ്പോൾ എത്രത്തോളമാണ് റിസ്ക് പ്രീമിയം കിട്ടണം എന്നുള്ളത് മനസ്സിലാക്കാനാണ് അവിടെ RM മൈനസ് RF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്കറ്റിലെ റിട്ടേൺ, മാർക്കറ്റിലുള്ള റിസ്ക് മൈനസ് RM സ്റ്റാൻഡ്സ് ഫോർ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് RF സ്റ്റാൻഡ്സ് ഫോർ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിലൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനാൽ എത്രയാണ് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് മനസ്സിലാക്കാൻ കാപ്പ മോഡലിലൂടെ പറ്റും. സോ ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേണും റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ബീറ്റ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്കിനെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബീറ്റ എപ്പോഴാണ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്ക്സ്
പോലെയുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, എസ്പെഷ്യലി ബോണ്ട് പോലെയുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബിയസ്ലി എന്തായാലും എന്ത് കിട്ടും, റിസ്ക് ഫ്രീ റിട്ടേൺ കിട്ടും. അപ്പോൾ അവിടുത്തെ ബീറ്റ എന്ന് പറയുന്നത്, അവിടുത്തെ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് 0 ആണ്. ഇനി എപ്പോഴാണ് സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ ബീറ്റ ഒന്നിൽ കൂടുതലാവുക മീൻസ് നമ്മൾ മാർക്കറ്റിലുള്ള റിസ്കിനേക്കാളും കൂടുതൽ റിസ്ക് ഉള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബീറ്റ ഗ്രേറ്റർ ദാൻ 1ഉം, അതിനേക്കാളും മാർക്കറ്റിലെ റിസ്കിനേക്കാളും കുറവുള്ള സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 1ഉം ആയിരിക്കും. സോ ഇൻ ഓർഡർ ടു മേക്ക് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് systematic risk and the rate of return, we need to use CAPM model. So to conclude that using CAPM model we can predict the price of share expected in the future. അതായത് CAPM മോഡൽ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ടു കൺക്ലൂഡ് ദാറ്റ് യൂസിങ് CAPM മോഡൽ വി ക്യാൻ പ്രഡിക്റ്റ് ദ പ്രൈസ് ഓഫ് എ ഷെയർ എക്സ്പെക്റ്റഡ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഒരു ഷെയറിൻ്റെ പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാൻ CAPM മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് CAPM മോഡൽ ഉപയോഗിച്ചിട്ട് വി ക്യാൻ പ്രഡിക്റ്റ് ദ പ്രൈസ് ഓഫ് എ ഷെയർ എക്സ്പെക്റ്റഡ് ഇൻ ദ ഫ്യൂച്ചർ? അതായത് ഭാവിയിൽ നമ്മൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതായത് ഫ്യൂച്ചർ പ്രൈസ്, ഒരു സെക്യൂരിറ്റീസിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് എങ്ങനെയാണ് CAPM മോഡൽ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക? അതിനുള്ളൊരു ഫോർമുലയാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ എപ്പോഴും CAPMത്തിൻ്റെ സൊല്യൂഷൻ സോൾവ് ചെയ്യാൻ തരുമ്പം ഡിവിഡൻഡ് തരും. അപ്പോൾ ആ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്മളിപ്പം ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ച റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് ഡിവൈഡ് ചെയ്തതിനാൽ, അതായത് R bar is equal to RF plus beta into RM minus RF എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ R bar നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കിട്ടിയ ഉത്തരത്തിന് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ദാറ്റ് R bar is equal to എക്സ്പെക്റ്റഡ് പ്രൈസ് ഓഫ് എ ഷെയർ. അതായത് ഭാവിയിൽ ഒരു ഷെയറിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഷെയറിൻ്റെ പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ടു കൺക്ലൂഡ് ദാറ്റ് യൂസിങ് CAPM മോഡൽ വി ക്യാൻ പ്രഡിക്റ്റ് ദ പ്രൈസ് ഓഫ് എ ഷെയർ എക്സ്പെക്റ്റഡ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത്, അങ്ങനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേ ബി അത് ഗ്രേറ്റർ ദാൻ ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ ആവാം. സോ ദിസ് ഈസ് അബൌട്ട് ദ സിംഗിൾ ഫാക്ടർ മോഡൽ, ദാറ്റ് ഈസ് CAPM മോഡൽ. ഐ ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. സോ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദ ഇൻവെസ്റ്റർ ടു മേക്ക് എ ലീനിയർ റിലേഷൻ വിത്ത് ദ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് ദ security return. Then it also helps the investor to assess the extent of additional income the investors get by taking additional risk over and above the risk free return. അത് നോക്കാൻ പറ്റും. പിന്നെ ബീറ്റൻ്റെ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ വാല്യൂ ക്വാണ്ടിഫൈ ചെയ്ത് മനസ്സിലാക്കാനും ഈ CAPM മോഡൽ യൂസ് ചെയ്യും. ഇനി നമ്മൾ ഈ ഒരു CAPM ഇതിൽ നമ്മൾ സിലബസിൽ PSCൻ്റെ സിലബസിലും ഇതിൻ്റെ കൂടെയുള്ള CAPMത്തിൻ്റെ കൂടെ നമ്മൾ പറയുന്ന രണ്ട് ടേമാണ് SML ആൻഡ് CML. അപ്പോൾ ഈ SML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനാണ്. SMLൻ്റെ എക്സ്പാൻഡഡ് ഫോം സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനാണ്. അപ്പോൾ എന്താണ് ഈ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ? സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ CAPM മോഡലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. സോ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് CAPM. ഇറ്റ് ഓൾസോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക് ഓർ ബൈ ബീറ്റ. സിസ്റ്റമാറ്റിക് റിസ്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫബറ്റാണ് ബീറ്റ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഓൾസോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബീറ്റ ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റീൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും ആ സെക്യൂരിറ്റീൻ്റെ സിസ്റ്റമാറ്റിക് റിസ്ക്കും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഡിവൈസാണ് SML എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ. സോ ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് CAPM മോഡൽ ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക് ഓർ ബീറ്റ ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി. സോ ഹിയർ ദർ ഇസ് എ ഗ്രാഫ്. ഞാൻ റഫായിട്ട് ഒരു ചെറിയൊരു ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ആ മുകളിലത്തെ ഫസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് SMLനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ OX ആക്സിസിൽ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ ബീറ്റിനെയാണ് നമ്മൾ എടുക്കുക. അവിടെ മുകളിൽ OY ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു SML ഓർ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് CAPM മോഡൽ ആൻഡ് ഓൾസോ ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ.
establishes the relationship between systematic risk, which is noted in the OX axis or beta. It is otherwise known as beta, and also in the OY axis expected rate of return. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ RF റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ്, RF എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ, ബാങ്ക്സിൽ, അതുപോലെയുള്ള സെക്യൂരിറ്റീസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനാൽ അവിടെ നമുക്ക് എന്തില്ല, റിസ്ക് ഇല്ല, നേരെ മറിച്ച് നമുക്ക് എന്തുണ്ട്, റിട്ടേൺ ഉണ്ട്. ഇപ്പോൾ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ RF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ വരെ, ഇതാണ് RFൻ്റെ പോർഷൻ, ഈ ഒരു പോർഷൻ വരെ നമുക്ക് എന്താണ്, ഈ ഒരു ഗ്യാപ്പ് ഫ്രം ദിസ് ടു ദിസ് ഏരിയ, ഈ ഒരു ഗ്യാപ്പ് നമ്മൾക്ക് എന്തില്ല, റിസ്ക് തീരെയില്ല, നേരെ മറിച്ച് നമുക്ക് എന്തുണ്ട്, റിട്ടേൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം റിസ്ക്, എത്രത്തോളം നമ്മൾ റിസ്ക് ഏറ്റെടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് RFൻ്റെ ലൈൻ. ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നോറും ഇവിടുന്ന് മുകളിലോട്ടുള്ള ലൈനാണ് SML ലൈൻ. ഈ SML ലൈൻ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി, ദിസ് ലൈൻ ഈസ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ പിന്നെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എക്സ്ട്രാ റിട്ടേൺ നമുക്ക് കിട്ടും. അതുപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് നമുക്ക് എന്തുണ്ട്, എക്സ്ട്രാ റിട്ടേൺ കിട്ടും. അപ്പോൾ റിസ്ക് നമ്മൾ എത്ര കൂടുതലാണോ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളത് അത്രത്തോളം റിട്ടേണും കൂടി കിട്ടും എന്നുള്ള ഒരു മെഷർമെൻറ്റ് മനസ്സിലാക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ SML ഓർ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, അതായത് ഈ SMLൻ്റെ ഗ്യാപ്പ്, അതായത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനും ഈ റിസ്ക് ഫ്രീ റിട്ടേണും തമ്മിൽ ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു റിസ്ക് പ്രീമിയം. അപ്പോൾ റിസ്ക് പ്രീമിയം ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ RM മൈനസ് RF, വേർ RM ഇസ് ഈക്വൽ ടു മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് RF ഇസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേണിന് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് ചെയ്തതിനാണ് റിസ്ക് പ്രീമിയം. ഈ റിസ്ക് പ്രീമിയം ആർക്കുള്ളതാണ്, എത്രത്തോളമാണോ നമ്മൾ റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസിനേക്കാളും കൂടുതൽ റിസ്ക് സഫർ ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ റിട്ടേൺ ആണ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്ര വരെ നമ്മൾക്ക് എന്തുണ്ട്, റിസ്ക് ഇല്ലാണ്ട് തന്നെ റിട്ടേൺ കിട്ടും. ഇവിടുന്ന് ഓവർ ആൻഡ് അബോവ് നമ്മൾ പോകുമ്പോഴാണ് അവിടെ SML ലൈൻ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള റിസ്ക് ഏറ്റെടുക്കുന്നത് കൊണ്ട് ഇവിടുന്ന് ഇത്രക്കുള്ള ചെറിയൊരു റിട്ടേൺ നമുക്ക് കിട്ടും. അതിലും കൂടുതൽ നിങ്ങൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതിലും കൂടുതൽ മുകളിലോട്ട് റിട്ടേൺ പോകും. റിട്ടേണിൻ്റെ പൊസിഷൻ മുകളിലോട്ട് പോകും, റിസ്കിൻ്റെ പൊസിഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതാണ് SML ലൈന്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. PSCൻ്റെ സിലബസിലുണ്ട് ഇത്. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനാണ്. അപ്പോൾ ക്യാപ്പപ്പ് മോഡലിലൂടെ അല്ലെങ്കിൽ ക്യാപ്പപ്പ് മോഡലിൻ്റെ പ്രിൻസിപ്പിൾസോടുകൂടി നമ്മൾ പിന്നെ സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഡിവൈസാണ് SML. ദെൻ നെക്സ്റ്റ് ഒരു ടേം ഉണ്ട് നമ്മുടെ സിലബസിൽ, CML. അതായത് ക്യാപ്പപ്പ് മോഡലിൻ്റെ കൂടെ തന്നെ വന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ CML എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനാണ്, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനാണ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി. ക്യാപിറ്റൽ മാർക്കറ്റ് തിയറീൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി. ഇവിടെ നമ്മൾ എടുക്കുന്നത്, അതായത് SML ഉം CML ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ SML നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ CML നമ്മൾ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റിസ്ക് വിത്ത് എക്സ്പെക്റ്റഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേറെ തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ റിസ്ക് എന്ന് പറയാം. ടോട്ടൽ റിസ്ക് വിത്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെയും നമ്മൾ പറയുന്നത് റിസ്കിനെ നമ്മൾ അല്ലെങ്കിൽ ടോട്ടൽ റിസ്കിനെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ OX ആക്സിസിലെടുക്കും. ശ്രദ്ധിക്കണം, CML ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൽ നമ്മൾ OX ആക്സിസിലെടുക്കുന്നത് അല്ലെങ്കിൽ ബേസ് ലൈനിൽ നമ്മൾ എടുക്കുന്നത് ടോട്ടൽ മാർക്കറ്റ് റിസ്ക് ആണ്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ടോട്ടൽ മാർക്കറ്റ് റിസ്കിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന സിഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. OY ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ SML ആയാലും CML ആയാലും OY ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നെയാണ്. വേറാസ് ഇൻ ദ കേസ് ഓഫ് CML നമ്മൾ OX ആക്സിസിൽ എടുക്കുന്നത് ടോട്ടൽ മാർക്കറ്റ് റിസ്ക് ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. മറ്റെവിടെയാണെങ്കിൽ SML ആണെങ്കിൽ നമ്മൾ OX ആക്സിസിൽ എടുക്കുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അപ്പോൾ ഇവിടെ നോക്കി പിക്ചർ നോക്കി ഇങ്ങനെ മനസ്സിലാവും, ഈ ഒരു പോർഷൻ വരെ റിസ്ക് ഫ്രീ ആണ്, അതായത് റിസ്ക് ഒന്നുമില്ല, നമുക്ക്
റിട്ടേൺ കിട്ടും. പിന്നെ അവിടുന്ന് മുകളിലോട്ടേക്ക് അവിടുന്ന് മുകളിലോട്ടേക്ക് പോകുമ്പോൾ അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ടോട്ടൽ റിസ്ക് ഇത്രയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള എക്സ്ട്രാ റിട്ടേൺ കിട്ടും. ഇനി വീണ്ടും നമ്മൾ റിസ്കിൻ്റെ ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലുതാകുന്നോറും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിട്ടേണ്ടതും ഗ്യാപ്പും വലുതാകുന്നുണ്ട്. അപ്പോൾ ഹിയർ ഓൾസോ റിസ്ക് ആൻഡ് റിട്ടേൺ മൂവ്സ് ടുഗെദർ. ഹിയർ ഓൾസോ റിസ്ക് ഇൻക്രീസസ്, റിട്ടേൺ ഓൾസോ ഇൻക്രീസസ്. So these are the two graphical representation, that is SML security market line and CML capital market line. ഇനി നെക്സ്റ്റ് ക്യാപ്പം മോഡൽ നേരത്തെ പറയുമ്പോൾ എനിക്ക് വിട്ടുപോയൊരു കാര്യം അസംഷൻസ് ഓഫ് ക്യാപ്പം മോഡലാണ്. അപ്പോൾ അസംഷൻസിൽ കാര്യമായിട്ട് പറയുന്നത് ഒന്ന് മാർക്കറ്റ് ഈസ് പെർഫെക്റ്റ് ആണ്. മാർക്കറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ മാർക്കറ്റ് പെർഫെക്റ്റ് ഇൻ ദ സെൻസ് ദാറ്റ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ഫ്രീലി ട്രേഡബിൾ ആൻഡ് ദർ ഇസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആസ് വെൽ ആസ് ദർ ഇസ് നോ ടാക്സ് ബേർഡൻ. അതായത് മാർക്കറ്റ് സെക്യൂരിറ്റീസ് നമുക്ക് മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് അസംഷൻ. മാർക്കറ്റ് ഈസ് പെർഫെക്റ്റ് ആണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഐ മീൻ റിസ്ക് ഫ്രീ എന്ന് പറഞ്ഞാൽ ഓൾ സെക്യൂരിറ്റീസ് എൻജോയ് സെർട്ടൺ ലെവൽ ഓഫ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിസ്ക്. അതായത് എല്ലാ സെക്യൂരിറ്റീസും ഒരു സെർട്ടൺ പെർസെൻറ്റേജ് വരെ റിസ്ക് ഫ്രീ ആണ്. അതിന് അങ്ങോട്ടേക്ക് മുകളിലോട്ടേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് റിസ്ക് വരുന്നുള്ളൂ. അതാണ് രണ്ടാമത്തെ അസംഷൻ പറയുന്നത്. മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ദർ ഇസ് ആൻ ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷൻ. അതാണ് ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എവറി ഇൻവെസ്റ്റർ ഹാവ് ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷൻ ടുവേർഡ്സ് ദ റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി. ഓരോ ഇൻവെസ്റ്റർക്കും ഒരു ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, പ്രതീക്ഷയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുന്നോറും റിട്ടേൺ കൂടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ അസംഷൻസ് ഓഫ് ക്യാപ്പം മോഡൽ. ദാറ്റ് ഈസ് മാർക്കറ്റ് ഈസ് പെർഫെക്റ്റ്. ദാറ്റ് ഈസ് മാർക്കറ്റ് ഈസ് പെർഫെക്റ്റ് in the sense that securities can be easily tradable and not incurring any transaction cost. Then risk-free rate of return, that is all the securities enjoy certain level of risk-free rate of return. And third one is that every investor have a homogeneous expectation towards the risk and return of a security. So this is about the single factor model analysis, especially CAPM model, capital asset pricing model. Which was invented in 1916 by William Sharp, John Linger and John Moison. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. സിംഗിൾ ഫാക്ടർ മോഡൽ അനാലിസിസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മൾട്ടി ഫാക്ടർ മോഡൽ അനാലിസിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്തെങ്കിലും മനസ്സിലാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കണം. നിങ്ങളെ സപ്പോർട്ട് ഇനിയും എനിക്ക് അത്യാവശ്യമാണ്. Thank you.